പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വായിച്ച ഒരു വചനം വളരെയധികം എൻ്റെ ഹൃദയത്തോട് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തിയ ഒരു വചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുക. എല്ലാ ദിവസവും നമ്മളെല്ലാവരെയും വചനം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇത് വളരെ പർട്ടിക്കുലറായിട്ട് ഈ വചനം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. ഈ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. വചനം ഇങ്ങനെയാണ്, നിങ്ങൾ ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ജനത്തിന് മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്റെ കൂടെയുണ്ട്. യ്യോ! ഒന്നുകൂടെ വായിച്ചു നോക്കണേ. ഈ ജനത്തിന് മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫെബ്രുവരി മാസം 1-ാം തീയതി നമ്മൾ പറഞ്ഞ് ആരംഭിച്ചത് ജോഷുവ 1:9 ശക്തനായിരിക്കുക, ധീരനായിരിക്കുക, സംഭ്രമിക്കരുത്, പേടിക്കരുത്, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന്. അതേ ടോണിൽ കർത്താവ് ജെറമ്യാ പ്രവാചകനിലൂടെ നമ്മളോട് പറഞ്ഞു തരികയാണ്, നീ പേടിക്കല്ലേ, നീ ഇങ്ങനെ പേടിച്ചിരിക്കല്ലേ, അവർ നിനക്കെതിരെ യുദ്ധം ചെയ്യും, നിന്നെ ഞാൻ ഉയർത്തും, ഒരു പിത്തളക്കോട്ട നിന്നെ ഞാൻ ഉയർത്തും, അവർ നിനക്കെതിരെ യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ പിശാച് നമ്മളെ ആക്രമിച്ചേക്കാം, മനുഷ്യർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സമാധാനം കെടുത്തിക്കളയുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. നമുക്ക് എല്ലാ ദിവസവും വരും. ചിലപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും നല്ല കുത്ത് കിട്ടണം. നമുക്ക് ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും ടെൻഷൻ അടിക്കുന്ന ഒരു ഫോൺ കോൾ നമുക്ക് വരുന്നത്. ചിലപ്പോൾ നമ്മൾ അത്രയും സ്നേഹിച്ചവരോ ചിലപ്പോൾ നമ്മൾ അത്രയും വിശ്വസിച്ചവരൊക്കെ ആയിരിക്കും നാളെ നമുക്കിട്ട് പണി തരുന്നത്. അവർ നിനക്കെതിരെ യുദ്ധം ചെയ്തേക്കാം, നിനക്കെതിരെ ദുരാരോപണങ്ങൾ വരുത്തിയേക്കാം, നിന്നെ ഉറക്കം കളഞ്ഞേക്കാം. മനസ്സിലാവണുണ്ടോ? ഇതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ കർത്താവിനെ കൂട്ടുപിടിച്ചേക്കുന്നത് നിന്നോട് കർത്താവ് പറയാണ്, അവർ നിനക്കെതിരെ യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കില്ല. കാരണം എന്താണെന്നറിയോ? നിന്നെ ശക്തിപ്പെടുത്താൻ, നിന്നെ മോചിപ്പിക്കാൻ, ഈ ഒരു പ്രശ്നത്തിൽ നിന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. പിന്നല്ല, നമുക്ക് പേടിക്കാതെ കടന്നുറങ്ങാനും നമുക്ക് ധൈര്യത്തോടെ ഓരോ ദിവസവും ജീവിക്കാനും ഒക്കെ ഇതിൽ കൂടെ തന്നെ ശക്തി വേണം. ഇത് വിശ്വസിക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ രാത്രി കേൾക്കുമായിരിക്കും, ഇല്ലെങ്കിൽ പകൽ എപ്പോഴേലും ഒരു സമയം കിട്ടുന്ന സമയത്ത് കേൾക്കുമായിരിക്കും, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ രാവിലെ എപ്പോഴേലും കേൾക്കും. എപ്പോൾ കേട്ടാലും ഇത് മനസ്സിലോട്ട് വിശ്വസിച്ച് നോക്കണം, എന്നെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ ശക്തിപ്പെടുത്താനും എന്നെ മോചിപ്പിക്കാനും എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ ബോധ്യത്തോടെ വേണം ഇന്ന് എല്ലാ കാര്യങ്ങളും കടന്നുറങ്ങാനും നാളെ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കേട്ടോ. ഒന്നിനും ഓർത്ത് ഭയപ്പെടല്ലേ. ഇത് ചുമ്മാ അച്ഛൻ പറയുന്നതല്ല, അച്ഛൻ പറയുന്നത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷേ ഇത് കർത്താവിൻ്റെ വചനം പറയുന്നതാണ്, നീ ധൈര്യത്തോടെ ഇരിക്കാൻ വേണ്ടി. ആ വചനം ഒരു തവണ കൂടെ വായിച്ചിട്ട് നമ്മളൊന്ന് അവസാനിപ്പിക്കുക കേട്ടോ. നിങ്ങൾ അതും കൂടെ വായിക്കണേ. 2-3 തവണ റിപ്പീറ്റ് ചെയ്യണത് കൊതി വന്നിട്ടാണ്. ഈ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് പോരെ, അത് മതി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ശക്തമായി ശാന്തമായി കർത്താവിൽ ആശ്രയിക്കുക, മുറുകെ പിടിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.